ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വാവാസ് ലിറ്റിൽ വേൾഡ്. അപ്പോളേ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കൊട്ട ചീരയായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെന്ത് ചീരയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പേര് നമ്മൾ വേലിച്ചീര, ആട്ടിൻചീര, അതുപോലെ തന്നെ എന്നാ വേറെ എന്തൊക്കെ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. നമ്മളിവിടെ വേലിച്ചീര എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അതായത് നമ്മൾ പറമ്പിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ കുത്തി വെക്കുന്ന സാധനമാണേ. അപ്പോൾ ചീരയിൽ തന്നെ ഏറ്റവും നല്ല ടേസ്റ്റുള്ള ചീരയാണ് കേട്ടോ. ഇതൊരു നല്ല ടേസ്റ്റായിട്ട് ഇത് കറി വെച്ചാൽ. അപ്പോൾ നമുക്കിന്ന് ഇതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പം വേലിച്ചീര, ആട്ടിൻചീര, പിന്നെ എന്തൊക്കെയോ പേരുകളുണ്ട് കേട്ടോ. നമ്മളിവിടെ വേലിച്ചീര എന്ന് തന്നെ പറയുന്നത്. പച്ചച്ചീര, അങ്ങനെ എന്തൊക്കെയോ പറയും. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം ഇതിൻ്റെ പേരൊക്കെ അറിയാമെങ്കിൽ. പിന്നെ ഇതിനൊരു എന്താ പറയുന്നത്, ഇതിൻ്റെ ഇലയുടെ അടിയിൽ ഞാൻ കണ്ടിരുന്നു, കാണുന്നില്ല, ഒരു കായൊക്കെ ഉണ്ട്. ഇത് കിട്ടിപ്പോയി. ഇത് കേട്ടോ, ഇതൊക്കെ നമ്മൾ കളയും കേട്ടോ. ഈ ഇലയൊന്നും നമ്മൾ എടുക്കത്തില്ല. ഇത് കണ്ടോ, നല്ലൊരു കമ്മലൊക്കെ പോലെ. ഇതാ നോക്ക്, കണ്ട, ഇങ്ങനൊരു കായൊക്കെ ഉണ്ട്. ഈ കായ ഇത് ഇട്ടും ഇതും കിളുക്കും. ഇതിൻ്റെ ഈ കായ്ക്ക് അകത്ത് 4 കുരുക്കളുണ്ട്. കാണിച്ചു തരാമേ. കണ്ട, ഈ കായിട്ടും കിളുക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ കമ്പാണ്. കമ്പ് കുറച്ചിങ്ങനെ വെറുതെ നട്ടു വെച്ചാൽ മതി. ഇങ്ങനെ വേലിച്ചീര പോലെ വേലിയുടെ ഇങ്ങനെ അറ്റത്ത് അത് ഇങ്ങനെ പിടിച്ചോളും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ കൂമ്പ് പിടിക്കാം, അതുപോലെ തന്നെ തളിരിയില എടുക്കാം. നമ്മളിത് കുറേ മാറ്റാനുണ്ട്, കുറേ മൂത്ത ഇലയൊക്കെ ഉണ്ട്. നമുക്കൊരു ചേച്ചി കൊണ്ട് തന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്കിതിന്ന് നല്ല വൃത്തിയായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ചീരയിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഉപ്പ്, കുറച്ച് കാന്താരിമുളക് ഉണ്ടെങ്കിൽ കാന്താരിമുളക്, പച്ചമുളക് പച്ചമുളക്, നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ എരിവിന് ആവശ്യമായ മുളക്, അതുപോലെ തന്നെ കുറച്ച് ഗ്രേറ്റഡ് കോക്കനട്ടും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഉപ്പും എല്ലാം കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ നമ്മൾ കടുകൊന്നും ഇടേണ്ടത്, നമ്മൾ കടുകൊന്നും പൊട്ടിക്കാതെയാണ് കറി വെക്കുന്നത്. നമ്മൾ ചതച്ച വെളുത്തുള്ളി മാത്രമേ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ എണ്ണയും ആ വെളുത്തുള്ളിയും കൂടെ കിടന്ന് മൂക്കുന്ന ഫ്ലേവർ നല്ലതാണ്. നമ്മളിതിനകത്ത് കടുകൊന്നും യൂസ് ചെയ്യുന്നില്ല. നല്ല എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ ചതച്ച് വെച്ച് വെളുത്തുള്ളി ഇടുന്നു. വെളുത്തുള്ളി ഒരു കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് നമ്മളുടെ വറ്റൽമുളക് ഇടുന്നു, ഉണക്കമുളക് ഇട്ട് നന്നായിട്ടൊന്ന് രണ്ടും കൂടെ ഒന്ന് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുന്നു. അത് മൂപ്പിച്ചെടുത്ത് കഴിയുമ്പോഴേക്കും ഒരു എന്താ പറയുന്നത്, ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേനും നമ്മൾ നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ച ചീര ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിടുന്നു കേട്ടോ. അപ്പം ഇതിനകത്ത് നമ്മൾ ഉപ്പും അതുപോലെ തന്നെ തേങ്ങാപ്പീരയും സവോളയും അതുപോലെ തന്നെ മുളകും എല്ലാം ചേർത്ത് നമ്മളൊരു 5-10 മിനിറ്റ് നമ്മളൊന്ന് മിക്സ് ചെയ്തൊന്ന് റെസ്റ്റിന് വേണ്ടി വെച്ചതാണ്. അപ്പം ഇതിനകത്ത് നല്ല രീതിയിലെല്ലാം പിടിച്ചിട്ടുണ്ട്, ഉപ്പും മുളകും എല്ലാം പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അധികം നേരമൊന്നും വേണ്ട. പിന്നെ ഇലയല്ലേ, പെട്ടെന്ന് വെന്തോളും. അധികം നേരമൊന്നും വാടാൻ എന്താ പറയുന്നത്, ഒരു 10 മിനിറ്റ് അത്രയൊന്നും വേണ്ട ഇതൊന്നും ഇല വാടാൻ വേണ്ടിയിട്ട്. അത്രയും നേരം മതി. അതിനുശേഷം നന്നായിട്ടൊന്ന് തത്തിപ്പൊത്ത് വെച്ചിട്ട് ഒന്ന് മൂടി വെക്കുക. ഒരു 5 മിനിറ്റ്, ഒരു 6 മിനിറ്റ് ആ വേവേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം നന്നായിട്ട് മൂടി വെക്കുക. അതിനുശേഷം നമ്മളൊന്ന് ഇളക്കിയിടുക. നമ്മുടെ അടിപൊളി ചീരത്തോര റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കിട്ടുന്നവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.